ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ ദോശയ്ക്കൊപ്പവും ഇഡ്ഡലിക്കൊപ്പവും നമ്മൾക്ക് ലഭിക്കുന്ന വെളുത്ത തേങ്ങാ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. തമിഴ് റെസ്റ്റോറൻറ്റുകളിൽ ലഭിക്കുന്ന ആ ചട്നിയുടെ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ലഭിക്കാറില്ല. എന്നാൽ ആ തേങ്ങാ ചട്നിയുടെ ഒറിജിനൽ റെസിപ്പിയാണ് നിങ്ങൾക്കായി ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഐ ആം ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ചട്നി ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഈ തേങ്ങയെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള 6 സ്മോൾ ഓണിയൻ അഥവാ ചെറിയുള്ളി. അടുത്തതായി 2 പച്ചമുളക്. നമ്മുടെ എരിവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ചെന്ന ദാൽ. പൊട്ടുകടല, പൊരികടല എന്നെല്ലാം പറയാറുണ്ട്. ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 5 ലീഫ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് യോഗട്ട് കൂടി ചേർത്ത് കൊടുക്കാം, അഥവാ പുളിയില്ലാത്ത തൈര്. 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായി 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തേങ്ങയും മറ്റുള്ള ചേരുവകളുമെല്ലാം നന്നായി ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. ഒരുപാട് നേരം മിക്സിയിലിട്ട് അരച്ച് ചട്നി ചൂടായി വെന്ത് പോകരുത്. അങ്ങനെ വെന്ത് പോയാൽ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ചട്നിയുടെ ടേസ്റ്റ് ലഭിക്കുകയില്ല. ഇനി ഈ ചട്നിയിലേക്ക് കടുക് കൂടി താളിച്ചിടാനുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന ആ ചട്നിയുടെ ടേസ്റ്റ് ലഭിക്കുകയുള്ളൂ. അതിനായി ഞാനിവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ തൊലി കളഞ്ഞ ഉഴുന്ന് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 ഉണക്കമുളക് 4ആയി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ ഈ താളിപ്പിനെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ ചട്നിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നമ്മൾക്ക് ലഭിക്കുന്ന തേങ്ങാ ചട്നിയുടെ ആ രുചിയുടെ രഹസ്യം. ഇനി ഈ താളിപ്പിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊന്നുണ്ടാക്കിയ തേങ്ങാ ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി എന്നെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.